ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണിന്നു എന്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമില്ലാരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സന്തോഷം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സേവ ചെയ്യുന്നതിൽ, വേല ചെയ്യുന്നതിൽ സന്തോഷിക്കാം. ദൈവവേലയിൽ സന്തോഷിക്കാം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. വ്യക്തിപരമായി കർത്താവ് കൽപ്പിക്കുകയാണ്. വ്യക്തിപരമായൊരു സന്ദേശമാണ്. നിനക്ക്, നീ ആരാണെന്ന് എനിക്കറിയാം, നീ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിയാം, നിൻ്റെ പഴയ ജീവിതം എന്താണെന്ന് എനിക്കറിയാം, നിൻ്റെ വിഷയം എന്താണെന്ന് എനിക്കറിയാം, നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം, നിൻ്റെ യാചന വിഷയം എന്താണെന്ന് എനിക്കറിയാം, നിൻ്റെ ഹൃദയം ആവലാതി കൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിലാണെന്ന് എനിക്കറിയാം, എല്ലാം അറിയാം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകും. ഹബക്കൂക്ക് പ്രവാചകൻ ദുരിതം കണ്ട പ്രവാചകനാണ്. ഒട്ടേറെ ദുരിതങ്ങൾ, അടിക്കടി ആപത്തുകൾ. പ്രവാചകൻ നോക്കി, ജീവിക്കാൻ വല്ല മാർഗമുണ്ടോ? ജീവിക്കാൻ മാർഗമൊന്നുമില്ല. കുറേ അത്തിപ്പഴം വിറ്റ് ജീവിക്കാം. അല്പം പറമ്പുള്ളതിൽ അത്തിവൃക്ഷം കൃഷി ചെയ്യാം. അത്തിവൃക്ഷം തളിർക്കയില്ല. എന്തു ചെയ്യും? മറ്റുള്ളവരുടെ പറമ്പിലെല്ലാം അത്തിക്കായകൾ ഇങ്ങനെ വിളഞ്ഞ് തയ്യാറായി എല്ലാം നല്ല വിൽപ്പന ചെറുക്കായിട്ട് നിൽക്കുന്നു. പ്രവാചകൻ്റെ പറമ്പിൽ മാത്രം അത്തിവൃക്ഷം തളിർക്കുന്ന പോലുമില്ല. എന്തു ചെയ്യും? ഒരു കാര്യം ചെയ്യാം. എന്നാൽ അത്തിയുടെ ആ ജോലി പറ്റിട്ട് കുറേ മുന്തിരിവള്ളി കൃഷി ചെയ്യാം. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. മുന്തിരി വളർന്നു, നല്ല നല്ല തഴച്ചു വളർന്നു, മനോഹരമായിട്ട് നല്ല പന്തലിയുടെ മുന്തിരി അങ്ങ് പടർന്ന് പന്തലിച്ചു. പക്ഷേ മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. അനുഭവം കിട്ടില്ല. മുന്തിരിങ്ങയില്ല. മുന്തിരിങ്ങ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? അറിയാൻ പാടില്ല. മറ്റുള്ളവർക്കെല്ലാം അടുത്ത പറമ്പിലെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ ഉണ്ടാകാത്തത്? അറിയാൻ പാടില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. കുറേ ഒലിവ് മരം കൃഷി ചെയ്യാം. ഒലിവെണ്ണ വിറ്റ് ജീവിക്കാം. ജീവിക്കണമല്ലോ, എന്തെങ്കിലും ഉപജീവനത്തിന് മാർഗം വേണമല്ലോ. ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. പ്രയത്നിച്ചു, കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. എന്ത് കേടുപറ്റിയെന്ന് പറഞ്ഞുകൂടാ, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയി. എന്നാൽ ഒരു കാര്യം ചെയ്യാം. കുറച്ച് ഗോതമ്പോ നെല്ലോ ഒക്കെ കൃഷി ചെയ്ത് നോക്കാം. എന്താ പറയുന്നത്? നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. എല്ലാ കണ്ടങ്ങളിലും നല്ലപോലെ വിളഞ്ഞ് നെല്ലിങ്ങനെ കിടക്കുന്നു, അല്ലെങ്കിൽ ഗോതമ്പ് കിടക്കുന്നു, നല്ലപോലെ വളർന്ന് കാണുന്നു. പക്ഷേ ഈ ഉള്ളവൻ്റെ കണ്ടത്തിൽ മാത്രം അവിടെ നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. എല്ലാം കതിരുണ്ടാകും, കതിരെല്ലാം അതെല്ലാം പതിരായി പോകുന്നു, ഓങ്ങി പിടിച്ചതുപോലെ നിൽക്കുന്നു. അത് നെല്ല് കതിര് വളഞ്ഞു വരേണ്ടതല്ലേ? ഇല്ല. അതിൽ കതിരിനകത്ത് അല്പം പോലും അതിന് നെന്മണിയില്ല. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ഇനിയൊരു കാര്യം ചെയ്യാം. കുറേ ആടുകളെ വളർത്താം. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, കൂട്ടത്തോടെ നശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും. പിന്നെ കുറേ പശുക്കൾ വളർത്തിയാലോ? ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, വെറുതെ വായിച്ചു പോയാൽ പോരാ, വെറുതെ കേട്ടിരുന്നാൽ പോരാ. തൊട്ടതെല്ലാം അപകടമായിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉപജീവനത്തിന് മാർഗം നോക്കിയിട്ട് ഒരിടത്തും ജയം കിട്ടാതെ വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? മുന്നോട്ടൊരു ഗതി കിട്ടാതെ വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? സമാധാനത്തിന് മാർഗം കിട്ടാതെ വലയുന്നവരാരെങ്കിലും ഉണ്ടോ? ഏത് വഴി പോയാലും രക്ഷയില്ല എന്നുള്ള രീതിയിൽ മനസ്സ് മടുത്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഏതെല്ലാം വിധത്തിൽ പരിശ്രമിച്ചാലും ഈ കടം മാറുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എങ്ങനെ അധ്വാനിച്ചാലും എന്ത് ഫലം? ഒന്നും ഫലം കിട്ടുന്നില്ല, ഫലപ്രാപ്തിയിലാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വലയുന്നവരാരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഉണ്ട്. ഹബക്കൂക്ക് പ്രവാചകനുണ്ട്. സ്തോത്രം. ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ഇങ്ങനെയെല്ലാം ആണെങ്കിലും എല്ലാം തൊട്ടതെല്ലാം അപകടമാണ്. ചെന്ന് ചേരുന്നിടത്തെല്ലാം ദോഷമാണ്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും എനിക്ക് നഷ്ടമാണുള്ളത്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും എല്ലാം നഷ്ടം. അങ്ങനെ വന്നപ്പോൾ പ്രവാചകൻ പറയുകയാണ്, അടുത്ത വാക്യം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സന്തോഷം. ഇതേ യഹോവയിൽ ആനന്ദിക്കും. സ്തോത്രം. എനിക്ക് ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്ക് ഒരു അപ്പനുണ്ട്, എനിക്ക് ഒരു ഉടയവനുണ്ട്, എനിക്ക് ഒരു രക്ഷകർത്താവുണ്ട്, എനിക്ക് ഒരു നാഥനുണ്ട്, എനിക്ക് ഒരു നായകനുണ്ട്, എനിക്ക് ഒരു നേതാവുണ്ട്, എനിക്കൊരു ഗുരുനാഥനുണ്ട്, എനിക്ക് ഒരു അഭ്യുദയകാംക്ഷിയായ ഒരുവനുണ്ട്. സ്തോത്രം. എൻ്റെ അഭ്യുദയം കാക്ഷിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ആരാത്? ജീവനുള്ള ദൈവം. സ്തോത്രം.
ഉറക്കത്തിലും ഉണർവിലും നിന്നെ കാക്കുന്നൊരു ദൈവം. സ്തോത്രം. മകനെ, നീ ഒരിക്കലും തളർന്നു പോകരുത്, ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ മുഖം കുനിഞ്ഞിരിക്കും, നിരാശപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടേണ്ട. എനിക്കൊരു ദൈവമുണ്ട്. സ്തോത്രം. എനിക്കൊരു കർത്താവുണ്ട്. എൻ്റെ പ്രശ്നം കാണാൻ എനിക്കൊരാളുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ ഓടിച്ചെന്ന് പറയാൻ എനിക്കൊരാളുണ്ട്. എൻ്റെ കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങളെല്ലാം വിവരിച്ച് പറയുവാൻ, എല്ലാം കേൾക്കാൻ തയ്യാറായി എൻ്റെ യേശുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അരികത്ത് യേശു നിന്നുകൊണ്ട് നിറകണ്ണുകളോടെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു നിറകണ്ണുകളോടെ നിങ്ങൾ നോക്കുകയാണ്. നിങ്ങൾ യേശുവിനെ കാണുന്നില്ലല്ലോ എന്നാണ് കർത്താവിന് സങ്കടം. നിങ്ങൾ യേശുവിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഈ സമയങ്ങളിലെല്ലാം സന്തോഷം തരാൻ കഴിവുള്ള യേശുവിനെ നിങ്ങൾ കണ്ടാൽ മതി, മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പഴയ യുഗത്തിലൊരു സംഭവമുണ്ട്. എലീശ പ്രവാചകൻ്റെ ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ മരിച്ചുപോയി. പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ, 2 മക്കളുണ്ട്. ആ മക്കളെയും കൂട്ടിക്കൊണ്ട് പ്രവാചകൻ്റെ അടുക്കൽ വന്നു. പ്രവാചകനോട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദൈവപുരുഷനെ, ഞാൻ സങ്കടത്തോടെ പറയുകയാണ്, നിൻ്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങൾ 3 പേര് അനാഥരാണ്. ഞങ്ങൾക്ക് കുറച്ച് കടമുണ്ട്. കടം വീട്ടാൻ മാർഗമില്ല. കടം വീട്ടിയില്ലെങ്കിൽ ഈ മക്കൾ 2 പേരെയും അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകും. ഞാൻ പിന്നെ ഒറ്റയ്ക്കായി പോകും. യജമാനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് രക്ഷ കിട്ടും? കടക്കാരൊന്ന് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകും, അടിമകളെ കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഈ ലോകത്ത് വെച്ച് അവരെ കാണാൻ കിട്ടുകയില്ല. അവരടിമപ്പണി ചെയ്തുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ താമസിക്കും. യജമാനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പ്രവാചകൻ്റെ ഉള്ളത് ഇടറും. കാരണം മനസ്സിൽ വിഷമം. നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇത് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. ഞാൻ എന്താ വേണ്ടത്? പ്രവാചകൻ ചോദിച്ചു. പ്രവാചകൻ നേരം ചിന്തിച്ചുകൊണ്ടിരുന്നു. ആട്ടെ, നിനക്ക് വീട്ടിലെന്താ ഉള്ളത്? ഈ യജമാനെ, ഇപ്പോൾ ഈ ക്ഷാമകാലമല്ലേ, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെയുള്ളത് ഒരല്പം എണ്ണയുണ്ട്. ഭരണിയിൽ കുറച്ച് എണ്ണയുണ്ട്, അതേ ഉള്ളൂ, വേറെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ അവളെ സൗമ്യതയോടെ നോക്കി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ച് കൊള്ളണം. അയ്യോ, അത് യജമാനെ, ഞാൻ അനുസരിച്ച് കൊള്ളാം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക. നീ നിൻ്റെ മക്കളും കൂടി ചെന്ന് അവിടെ അടുത്തുള്ള വീടുകളിലെല്ലാം ഉള്ള ഭരണികൾ വായ്പ വാങ്ങുക. എന്നിട്ട് എല്ലാ ഭരണിയും നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ നിരത്തി വയ്ക്കുക. എന്നിട്ട് ഒരല്പം എണ്ണയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ എണ്ണ ഒരു ഭരണിയിലേക്ക് ഒഴിക്കുക. ആ ഭരണി നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ഭരണിയിലേക്ക് ഒഴിക്കുക. അവിടെ നിന്ന് അടുത്ത ഭരണിയിലേക്ക്, അങ്ങനെ കിട്ടുന്ന ഭരണിയിലെല്ലാം എണ്ണ നിറയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. അവൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഈ അല്പം എണ്ണ നിറച്ചാൽ എന്ത് കിട്ടാനാ? അല്പം എണ്ണ കൊണ്ട് നിറയുമോ? ഒരു പാത്രം നിറയില്ല. എന്ത് ചെയ്യും? വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ അവൾക്ക് വിശ്വാസിയായിരുന്നു. പ്രവാചകൻ പറഞ്ഞത് യേശുവിൻ്റെ വചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണെന്ന് അറിയാമായിരുന്നു. പ്രവാചകൻ പറഞ്ഞത് നിത്യനായ ദൈവത്തിൻ്റെ വചനമാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒട്ടും സംശയിച്ചില്ല. അവളും പിള്ളേരും കൂടെ പോയി. അനാഥര് അടുത്ത വീടുകളിലെല്ലാം ചെന്ന് പാത്രം വായ്പ വാങ്ങി എല്ലാം കൊണ്ടുവന്ന് നിരത്തി വെച്ചു. ഈ സ്ത്രീ വാതിലിൽ അടച്ചു. വേറെ ആരുമില്ല. ഒരു മഹത്വമേറിയ ശുശ്രൂഷ നടക്കാൻ പോയില്ലേ, വേറെ ആരുമില്ല. അവൾ അവളുടെ പാത്രത്തിലുള്ള എണ്ണ എടുത്ത് വായ്പ വാങ്ങിച്ചുകൊണ്ടുവന്ന പാത്രത്തേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചത് ഒരു മോൻ മാറ്റി വയ്ക്കുന്നു, അടുത്ത മോൻ പുതിയത് എടുത്ത് വയ്ക്കുന്നു. നിറയുന്നത് ഒരു മോൻ മാറ്റി വയ്ക്കുന്നു, ശൂന്യമായ എണ്ണ ഭരണി വേറൊരാൾ മാറ്റി വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒഴിച്ചൊഴിച്ച് ഭരണിയിലെല്ലാം എണ്ണ നിറഞ്ഞു. ഭരണിയിലെല്ലാം എണ്ണ നിറഞ്ഞു. എണ്ണ നിറഞ്ഞപ്പോൾ ഉണ്ടായത് എന്താണെന്നറിയാമോ? എണ്ണ നിറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, പാത്രം എവിടെയാ? പാത്രം നിന്നുപോയി. പാത്രം ഇല്ല. ഈ എല്ലാ പാത്രത്തിലായി. ദൈവത്തിന് സ്തോത്രം. എണ്ണയുടെ പ്രവാഹം നിലച്ചു. സ്തോത്രം. പാത്രം ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ഒഴിക്കാമായിരുന്നു. പാത്രം ഇല്ലായിരുന്നു. ഇതൊരത്ഭുത കഥയല്ലേ? സംഭവിച്ചതാണ്. നോക്കൂ, നിങ്ങൾക്ക് എന്തുണ്ട് അതങ്ങോട്ട് ഏൽപ്പിക്കുക. നിങ്ങൾക്ക് എന്തുണ്ട്? ഇതായിട്ടൊന്നുമില്ല. ഭരണ ഇത്തിരി എണ്ണ മാത്രമുണ്ട്. ആട്ടെ, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്നാണ് പ്രവാചകൻ ചോദിച്ചത്. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ?
അയ്യോ കാര്യമായിട്ടൊന്നുമില്ല, ഒരല്പം എണ്ണ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം ആദ്യഭാഗം വായിക്കാം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു. ഒരു ഭരണി എണ്ണ മാത്രമല്ലാതെ വേറെ ഒന്നും എൻ്റെ വീട്ടിലില്ല എന്നവൾ പറഞ്ഞു. അതിനെ അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. പാത്രങ്ങളിലൊക്കെയും പകർന്നിട്ട് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്നു തൻ്റെ മക്കളോടുകൂടി അകത്ത് കടന്നു വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും മക്കൾ കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം അവളുടെ അടുക്കൽ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. മോനോട് പറഞ്ഞു, മോനെ ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. ഈ കാര്യമെല്ലാം ദൈവപുരുഷന്റെ അടുക്കലേക്ക് വേഗം ചെന്ന് അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീ നിന്റെ മക്കളും ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. സ്തോത്രം. പരിഹാരമുണ്ട്, ഉറപ്പാണ്. നിനക്ക് എന്താ ഉള്ളത്? നിനക്ക് എന്തുണ്ട്? വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, എൻ്റെ കയ്യിൽ കർത്താവേ നിലനിൽക്കുന്നൊന്നും കൈവശമില്ല, അവിടുന്ന് പ്രസാദിക്കുന്നൊന്നും എൻ്റെ കൈവശമില്ല, കുറേയേറെ പാപങ്ങൾ മാത്രം. ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്? കർത്താവേ പ്രയോജനമുള്ളതൊന്നും എൻ്റെ കൈവശമില്ല. പഴയകാല ജീവിതത്തിൽ അഹങ്കാരവും അഹന്തയും സ്വയമഹത്വവും എൻ്റെ കർത്താവേ അഴുക്ക് ചിന്തകളും എല്ലാം ഉള്ള ഒരാളത്വം മാത്രം, പ്രയോജനമുള്ളതൊന്നുമില്ല. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആയുസ് അങ്ങോട്ട് കൊടുത്തു. യേശുവിൻ്റെ കൈകളിലേക്ക് ആയുസ് കൈമാറി. സ്തോത്രം. അപ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങിയത്. അത്ഭുതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ വലിയൊരു സംഭവം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആ സംഭവം നടക്കണം. നിങ്ങൾക്കുള്ളത് നിങ്ങൾ അത് പകർന്നുകൊള്ളുക. ഓടി നടന്ന് പകർന്നുകൊള്ളുക. എന്ത് കിട്ടിയിട്ട് നിങ്ങൾക്ക്? ആത്മാവിൻ്റെ ഒരു ചെറിയ അംശം കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ ഒരു അംശം കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ ഒരു ശക്തി നിങ്ങൾക്ക് ഒരല്പം കിട്ടിയിട്ടുണ്ടോ? അത് ഓടി നടന്ന് വിതരണം ചെയ്തു കൊള്ളുക. സ്തോത്രം. അത് ഓടി നടന്ന് വിതരണം ചെയ്തു കൊള്ളുക. പാത്രം നിറഞ്ഞു വരും. ദൈവത്തിന് സ്തോത്രം. അത് എണ്ണ വിറ്റ് ഉപജീവനം കഴിച്ചു കൊള്ളുക. കടം വീട്ടിക്കൊള്ളുക. കടം വീട്ടാം, ഉപജീവനം കഴിക്കാം. സ്തോത്രം. ഒന്ന് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഉള്ളതെന്ത് അത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ. നിങ്ങൾ പറയണം, കർത്താവേ ഇനി ചെറിയൊരു ആയുസ് ഉള്ളത് എത്ര ദിവസം നിറഞ്ഞുകൂടാ കർത്താവേ, ഒരു ചെറിയൊരായുസ് അത് ഞാൻ നിൻ്റെ കൈകളിലേക്ക് തരുന്നു. എനിക്ക് വേണ്ടി ഈ ആണി അടിച്ച് തകർന്ന കരങ്ങളിലേക്ക് ഞാനിതാ എൻ്റെ ആയുസ് തരുന്നു. എനിക്ക് വേണ്ടി മുറിവേറ്റ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഞാനിതാ തരുന്നു. കർത്താവേ, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടല്ലോ, ഞാൻ അല്പപ്രാണിയാണല്ലോ, ഞാൻ കേവലം നിസ്സാരനാണല്ലോ. എനിക്ക് അറിയാവുന്ന വിധം കർത്താവേ ഞാനിതാ എന്നെ നിനക്ക് തരികയാണ്. സ്തോത്രം. ഈ പറയുന്നത് പോലും പൂർണ്ണതയുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. അത് പൂർണ്ണതയുള്ളതാക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോൾ അപ്പോഴാണ് എണ്ണ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനെ പകരാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് വ്യാപാരം ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവിന് വ്യാപാരം ചെയ്ത് നിങ്ങളുടെ അടിമത്തം വെടുത്താൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വ്യാപാരം ചെയ്ത് നിങ്ങൾക്ക് കടം വീട്ടാൻ പറ്റും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കൊണ്ട്
നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. പരിശുദ്ധാത്മാവ്, എൻ്റെ ദൈവമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അപ്രമേയ ശക്തി ധന്യമായ ആ സ്വർഗീയ രാജാതിരാജാവിൻ്റെ ആത്മാവ്, സ്തോത്രം. അപരിമേയമായ ശക്തിയുടെ ധന്യതയേർന്ന സ്വർഗീയ രാജാതിരാജൻ്റെ ആത്മാവ്, ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ അരൂപിയായ ആത്മാവ്, നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുത പുരുഷനായ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. എൻ്റെ കർത്താവേ, എനിക്ക് ഇത് അർഹതയില്ലാത്തതാണല്ലോ, ഈ നിധി ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഈ നിധി എനിക്ക് പരിചയമില്ലാത്തതാണല്ലോ കർത്താവേ, ഇത് മൺപാത്രത്തിലാണല്ലോ നീ നിക്ഷേപിച്ചത്. ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലത്രേ ഉള്ളത്. അത്യന്ത ശക്തിയായി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഈ കേവലം മൺപാത്രങ്ങളിലേക്ക് നീ പകരാൻ തിരുമനസ്സായല്ലോ. ഈ ചെറിയ മൺകൂടാരത്തിലേക്ക് ഈ അത്യന്ത ശക്തി പകർന്നല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ഈ ആത്മാവിന് പകരാൻ കർത്താവ് തയ്യാറാണ്. ഈ എണ്ണ പകരാൻ കർത്താവ് തയ്യാറാണ്. നിങ്ങളുടെ മേൽ എണ്ണ പകർന്ന് നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ കർത്താവ് തയ്യാറാണ്. നിങ്ങളുടെ എല്ലാ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കാൻ കർത്താവ് തയ്യാറാണ്. എല്ലാ കടങ്ങളും ക്ഷമിക്കും, എല്ലാ പാവങ്ങളും മാറ്റും. ആരും ഒട്ടും തളരണ്ട. കടമുണ്ടല്ലോ, പേടിക്കണ്ട. നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ പാവങ്ങൾ എല്ലാം കർത്താവ് ഏറ്റുവാങ്ങും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വലയുന്നതിൻ്റെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് വാത്സല്യത്തോടെ കാണുന്നുണ്ട്. കർത്താവ് സഹാനുഭൂതിയോടെ കാണുന്നുണ്ട്, സഹതാപത്തോടെ കാണുന്നുണ്ട്. ദൈവം നിങ്ങളോട് ദേഷ്യപ്പെടുകയല്ല, ഒരിക്കലുമല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഏതെല്ലാം വൈതരണികളിലാണോ നിങ്ങൾ കിടക്കുന്നത്, ഈ കൂരാക്കുരുക്കളെല്ലാം അഴിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്ന് അനുഗ്രഹത്തിൻ്റെ മുതിർന്ന ബന്ധാവുകളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും, നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ നിങ്ങളെ ഓരോരുത്തരെയും വലയം ചെയ്ത് നിൽക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നിരന്തരം കഷ്ടതകൾ വരുന്നു, നിരന്തരം കഷ്ടതകൾ വരുന്നു, നിരന്തരം പ്രയാസങ്ങൾ വരുന്നു. കയ്യിലൊന്നും തങ്ങുന്നില്ല, അധ്വാനിക്കുന്നുണ്ട്, രാവും പകലും അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ കയ്യിൽ തങ്ങുന്നില്ല, എല്ലാം ചോർന്നു പോകുന്നു. കൈ ചോർച്ചയുള്ള കൈയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ന് 10 രൂപ കിട്ടിയാൽ നാളെ 15 രൂപ ചിലവാണ്, നാളെ 20 രൂപ കിട്ടിയാൽ അടുത്ത ദിവസം 25 രൂപ ചിലവാണ്. മതിയാകുന്നില്ല, കൈ ചോർന്നു പോകുന്നു. അധ്വാനിക്കുന്നില്ലേ? ഉണ്ട്. പകലെന്നില്ല, രാവുന്നില്ല, അധ്വാനിക്കാൻ മനസ്സാണ്, പക്ഷേ ഒന്നും കയ്യിൽ തങ്ങുന്നില്ല. കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അധ്വാന ഭാരം കൊണ്ട് വലയുന്നതായ അനേകരാണ് ഈ വചനങ്ങളെ കേൾക്കുന്നത്. അധ്വാനിച്ച് ഉള്ളുന്നവർ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ശരീരം കൊണ്ട് അത്ര അധ്വാനിച്ചിട്ടില്ലായിരുന്നു. വേലക്കാരുണ്ടായിരുന്നുകൊണ്ട് പാടത്തെ കൃഷിയെല്ലാം അവർ നോക്കുമായിരുന്നു, പക്ഷേ ശരീരം കൊണ്ട് അധ്വാനിച്ചില്ല. പക്ഷേ എനിക്ക് മനസ്സിൽ വലിയ അധ്വാനമായിരുന്നു, മനസ്സിൽ വലിയ ഭാരമായിരുന്നു. ഒരു ഭാരം ചുമന്ന മനുഷ്യനായിരുന്നു ഞാൻ, ചുമട് ചുമന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. എന്താണ് എൻ്റെ ചുമടുകൾ? ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാം വരണ്ടുണങ്ങിപ്പോയി. അപ്പൻ പോയതോടുകൂടി എല്ലാം പോയി. അടുത്തയാണ്ട് ചേട്ടനും പോയതോടുകൂടി പിന്നെയും പോയി. ദൈവത്തിന് സ്തോത്രം. സ്വത്ത് പോയി, കുറേ കണ്ടങ്ങളെല്ലാം വിൽക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആകെ വരുമാനം കുറച്ച് കശുവണ്ടിയുണ്ട്, പിന്നെ കുരുമുളകുണ്ട്, ഇതേ ഉള്ളൂ വരുമാനം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ജീവിതം? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നു ജീവിതം? ഞാൻ ഓർക്കുകയാണ്, ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കോളേജിൽ എനിക്ക് ജോലിയുണ്ട്, സ്കൂളിൽ ആലീസിന് ജോലിയുണ്ട്, പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഓർക്കുന്നു, അങ്ങനെ ജോലിയും ശമ്പളവും എല്ലാം ഉണ്ടെങ്കിലും എന്നും കടം വാങ്ങിയാണ് കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ ജീവിതത്തിൽ മനം മടുത്തൊരു മനുഷ്യനാണ് ഞാൻ. ജീവിതത്തിൽ നിരാശ കൊണ്ടൊരു മനുഷ്യനാണ് ഞാൻ. തനിയെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, തനിയെ ദേഹങ്ങളിടിച്ചിട്ടുണ്ട്, എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു എൻ്റെ അരികിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുരുക്കളിൽപ്പെട്ട് ഉള്ളൊഴുന്ന സാധു മനുഷ്യൻ്റെ അരികിലേക്ക് യേശു എഴുന്നള്ളി വന്നു. ആ യേശു ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അരികിലേക്ക് വന്ന് എൻ്റെ തലമേൽ വെച്ച കരം നിങ്ങളുടെ തലമേൽ വയ്ക്കുവാൻ ഇപ്പോൾ കരം നീട്ടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കാം, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാം. അവനോട് നിങ്ങൾക്ക് വാക്ക് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കുരുക്കളഴിച്ച് എൻ്റെ കഷ്ടതകളെല്ലാം മാറ്റി എനിക്ക് സമാധാനം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കാം. കഷ്ടതയിലും സന്തോഷം, ദുരിതങ്ങളിലും സന്തോഷം, ആപത്തുകളിലും സന്തോഷം. ഹൃദയത്തിലാണ് സന്തോഷം. ഹൃദയത്തിൽ സന്തോഷം ലഭിക്കുകയാണ്, ഹൃദയത്തിൽ ആനന്ദം ലഭിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തോ ഒരു ഭാഗ്യം. ഹൃദയത്തിൽ സമാധാനം ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു, ഉള്ളെപ്പോഴും സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. കാരണം യേശു എനിക്കുണ്ട് എന്നുള്ളതായ സന്തോഷം, എനിക്കൊരു ഉടമസ്ഥനുണ്ട് എന്നുള്ള സന്തോഷം, എനിക്ക് രക്ഷകർത്താവുണ്ട് എന്നുള്ള സന്തോഷം, എനിക്കൊരു അപ്പനുണ്ട് എന്നുള്ള സന്തോഷം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലഞ്ഞൊരു മനുഷ്യനാണ് നിങ്ങളുടെ ഇത് പറയുന്നത്, വലഞ്ഞൊരു സാധു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ കരുണയുള്ള കർത്താവ് എൻ്റെ ആകുലങ്ങൾ കൃപയാൽ മാറ്റി തന്നു. പ്രശ്നങ്ങളിൽ നിന്നല്ല, അതിലെല്ലാം കർത്താവിന് സാന്നിധ്യം തരുന്നു.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ഈ ഭാരങ്ങളിലൊന്നല്ല, ആവശ്യത്തിലേറെ ഭാരങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും കൂടെ ഭാരം എടുക്കുന്നുണ്ട്. എന്നാൽ കരുണയുള്ള കർത്താവ് ആശ്വാസം തരുന്നു. സ്തോത്രം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ യേശുവിൻ്റെ കരം വന്ന് തലോടുന്നു. എനിക്ക് നിങ്ങളോട് അപേക്ഷയുണ്ട്, നിങ്ങൾ യേശുവിനെ മറന്നു പോകരുത്. ഒരു കാരണവശാലും യേശുവിനെ നിങ്ങൾ മറക്കരുത്. യേശുവിനോട് നിങ്ങൾ മുന്നോട്ട് പോകണം. യേശുവിനെ നിങ്ങൾ പിൻപറ്റണം. യേശുവിൻ്റെ ഭാവം കൊണ്ട് നിങ്ങൾ ജീവിക്കണം. കഷ്ടത വരുമ്പോൾ നിരാശപ്പെടരുത്. കഷ്ടത വരുമ്പോൾ തളരരുത്. തൊട്ടതെല്ലാം വിനയായിത്തീരുമ്പോൾ, അപകടമായിത്തീരുമ്പോൾ നിരാശപ്പെടരുത്. ഒന്നിലും ജയം കിട്ടാതെ വിഷമിക്കുമ്പോൾ നിരാശപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു മുമ്പോട്ട് പോകാനുള്ള വഴി കാണാതെ നിങ്ങൾ അഴലുമ്പോൾ നിരാശപ്പെടരുത്. നിരാശ ഒരിക്കലും സമ്മതിക്കരുത്. ഇല്ല, ചാടിക്കൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് നിങ്ങൾക്ക് കർത്താവ് വിജയം തരും. നിങ്ങൾ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. മറക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾ അവന് വേണ്ടി ഹൃദയം ചായച്ചു കൊടുത്താൽ മാത്രം മതി. അവൻ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കും. നിങ്ങളുടെ ജോലി അവൻ ഏറ്റെടുക്കും. കുടുംബത്തിൻ്റെ പ്രാരബ്ധങ്ങൾ അവൻ ഏറ്റെടുക്കും. കുടുംബത്തിലെ ക്ലേശങ്ങൾ അവൻ ഏറ്റെടുക്കും. ശരീരത്തിൽ രോഗങ്ങളുടെ കാര്യം അവൻ ഏറ്റെടുക്കും. നിങ്ങളുടെ ജീവിതത്തിലെ കടത്തിൻ്റെ ഭാരങ്ങളെ അവൻ ഏറ്റെടുക്കും. എല്ലാം ഏറ്റെടുക്കുന്ന നല്ലവന് യേശുവിനെ നിങ്ങൾ പിൻപറ്റുക. അവനാണ് നിങ്ങളുടെ നാഥൻ, അവനാണ് നിങ്ങളുടെ രക്ഷകൻ. അവൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചിന്തിയിരിക്കുകയാണ്. അവന് തിരുവിലാവ് തുറന്നിരിക്കുകയാണ്. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന ഉത്തമനായ വിശ്വാമിരാൻ്റെ ആ തിരുവിലാവിൽ നിന്നൊഴിയ രക്തത്താലും വെള്ളത്താലും നിങ്ങളുടെ പാപങ്ങൾ കഴുകുകയാണ്. അത് നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, യേശുവിനെ സ്വീകരിക്കുക, യേശുവിനോട് ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കുക. യേശുവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക. എൻ്റെ യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. എൻ്റെ യേശുവേ, ഈ നിമിഷം മുതൽ കഷ്ടതകളിൽ പതറാതെ നിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ ജീവിക്കും. യേശുവേ, നിരാശ മാറ്റുന്ന യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശ പകരണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കാം. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ വാഴ്ത്തപ്പെട്ട കൃപയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ വചനങ്ങളായി ഞങ്ങൾ പോഷിപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ എണ്ണ ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.